യഷ്ട കൈശ്ചിതിച്ചത് വിദ്യാസഹിതം കർമ്മ നിരഭിസന്ധി മന്ത്രശർക്കരാദിയുക്ത വിഷദധ്യാദിവത് കാര്യാന്തരം ആരഭതേതി തന്ന അനാരഭ്യത്വാത് മോക്ഷസ്യ ധീമാത്ര ആയതത്വാത് അതിന്റെ വ്യാഖ്യാനിച്ചാണ് ബ്രഹ്മവ ഇതമിത്യുക്തേ പ്രാഗഭിജ്ഞാനജന്മതഃ ജഗത് ബ്രഹ്മാത്മ സംസിദ്ധേർ നാദോ മുക്തിക്രിയോദ്ഭവ യദി വസ്തു സ്വതോ മുക്തം പരദം ബദ്ധമിഷ്യതി മോക്ഷായ ഫലവാൻ തദസ്യാന്ന വിപരീ എന്നാണ് പറഞ്ഞത്. മോക്ഷത്തിനു വേണ്ടി യത്നം ആവശ്യമാണ്, അത് ഫലവത്താണ്. ജഗത് ബ്രഹ്മാത്മ സംസിദ്ധി അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിന് യത്നം ആവശ്യമാണ്. അവിടെ എങ്ങനെയാണ് വിദ്യ, ജ്ഞാനം, അറിവ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു? വിദ്യ അഭിവ്യഞ്ജിക ഏവ യം സ്വതസിദ്ധസ്യ വസ്തുനഃ ആരംഭകത്വം ജഗതി തസ്യ നൈവ ഉപപദ്യതേ. വിദ്യ, അറിവ്, അതിനെക്കുറിച്ച് പൊതുവായി പറയുക. അറിവെന്ന് പറയുമ്പോൾ ആത്മബോധം എന്നെടുക്കണ്ട, ഏതറിവെടുത്താലും ശരി. അറിവിന്റെ പ്രത്യേകത എന്താണ്? ജഗതി ആരംഭകത്വം തസ്യ നൈവ ഉപപദ്യതേ. ഇതൊരിക്കലും ആരംഭകമല്ല. വിദ്യയ്ക്ക്, അറിവിനൊന്നിനെ സൃഷ്ടിക്കാൻ അറിവിന് സാധിക്കത്തില്ല, അതിന് കഴിവില്ല. അറിവിന് എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഞാൻ അറിയുന്നു. ഇവിടെ എന്താ? പുസ്തകത്തെക്കുറിച്ച് എനിക്കറിവുണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് പുസ്തകത്തെ സൃഷ്ടിച്ചില്ല. ഇതുവരെ എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ അജ്ഞനായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പം ഞാനിതിനെ അറിയുന്നു. അപ്പോൾ ഈ അറിവ് ഇവിടെ ഒന്നിനെ സൃഷ്ടിച്ചില്ല എന്ന് പറയുന്നത് ആരംഭകത്വം ജഗതി. ലോകത്തിൽ, നമ്മുടെ വ്യവഹാര ലോകത്ത്, ഈ ജാഗ്രത്തിൽ നാനാ വിഷയങ്ങളെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അറിവ് ആരംഭകമല്ല, അതൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. ഇത് അറിവിന്റെ ഒരു സാമാന്യ സ്വഭാവമാണ്. ലൗകികമായ ഏതറിവും ഇങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വസ്വരൂപം സ്വതസിദ്ധസ്യ വസ്തുനഃ സ്വതസിദ്ധമാണ്. ഇതെല്ലാം അറിവിനെ അപേക്ഷിക്കുന്നു. ഇതൊന്നും സ്വതസിദ്ധമല്ല. പുസ്തകം ഇത് ജഡമാണ്, സ്വയം അത് ചിത്തല്ല, നമുക്കങ്ങനെ അനുഭവപ്പെടുന്നു. ഇതൊന്നും പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ലെങ്കിലും വ്യവഹാരത്തിൽ നമുക്കത് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയുന്നു ഇത് ചിത്താണ്, ഇത് ജഡമാണെന്ന് തിരിക്കുന്നു. ഈ ജഡമായ വസ്തുക്കൾ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകും. ആ അറിവ് പോലും ഇതിനെയൊന്നും സൃഷ്ടിക്കുന്നില്ല. മറിച്ച് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ മാറ്റി അതിനെക്കുറിച്ചുള്ള ബോധം അത് പ്രകാശിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ്? സ്വതസിദ്ധസ്യ വസ്തു, സ്വതസിദ്ധമായ വസ്തു എന്ന് പറഞ്ഞാൽ സ്വയം അറിവായിരിക്കുന്നതാണ് തന്റെ സ്വരൂപം. അവിടെ ഈ അറിവ് എന്ത് ചെയ്യാനാണ്?
അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അറിവ് കൊണ്ട് സാധ്യമല്ല. എന്നത് തസ്യാഹ സാധ്യത്വം. ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് പോലും ഇതൊന്നും തന്നെ ഇവിടെ ഒന്നും തന്നെ അറിവ് കൊണ്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ സ്വയം സിദ്ധമായിരിക്കുന്ന, സ്വയം അറിവായി തന്നെ ഇരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഈ വിദ്യ എന്ത് ചെയ്യാനാണ്? അവിടെ വിദ്യ കൊണ്ട് സാധ്യമായതെന്താണ്? ഇവിടെ വിദ്യ കൊണ്ട് സാധ്യമാണോ മോക്ഷം? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. മോക്ഷം, മുക്തി എന്ന് പറയുന്നു. ഇതെന്താണ്? അറിവുകൊണ്ട് സാധ്യമായ ഒന്നാണോ? അറിവുകൊണ്ട് മോക്ഷം എന്നുള്ളതല്ല, വ്യാവഹാരികമായി പോലും ഒന്നും അറിവുകൊണ്ട് സാധ്യമല്ല. അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. വസ്തുവിനെ നമ്മൾ അറിയുന്നു. പിന്നെ ആ അറിവുകൊണ്ട് സാധിക്കാൻ മറ്റൊന്നുമില്ല. അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന ഒന്നിനെ അറിവുകൊണ്ട് സാധിക്കുന്നില്ല, സാധിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ഇവിടെ സ്വസ്വരൂപം സ്വയം അറിവായി തന്നെ ഇരിക്കെ അറിവുകൊണ്ട് അവിടെ എന്ത് സാധിക്കാനാണ്? എന്തിനെ സാധിക്കാനാണ്? സാധിക്കാനില്ല. പിന്നെ എന്താണ് അറിവ് ചെയ്യുന്നത്? വിദ്യ അഭിവ്യഞ്ജിക. വേണമെങ്കിൽ അവിടെ അത്രയും പറയാം. എന്താണ്? വിദ്യ അഭിവ്യഞ്ജികയാണ്. അത് അഭിവ്യഞ്ജിപ്പിക്കുന്നു. ഒന്നും സാധിക്കുകയല്ല, മറിച്ച് ഈ അറിവ് അഭിവ്യഞ്ജിപ്പിക്കുന്നു എന്ന് പറയും. എന്താണ് അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതടുത്ത് പറയും. അപ്പോൾ അതാണ് മോക്ഷത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു. മോക്ഷം നിത്യസിദ്ധമായ ഒന്നാണ്. അതുകൊണ്ടാണ് നിത്യമുക്തം എന്ന് പറയുന്നത്. അതിനെ അഭിവ്യഞ്ജിപ്പിക്കുന്നു ജ്ഞാനം, അല്ലാതെ മോക്ഷത്തെ സാധിക്കുന്ന ഒന്നല്ല. ക്രിയയിലൂടെ വസ്തുക്കളെ സിദ്ധിക്കുന്നത് പോലെ ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ സിദ്ധിക്കാൻ സാധ്യമല്ല. അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം മാത്ര വ്യവധൗ വസ്തുനി വ്യാപൃതി മിതേഹി ആരംഭ്യേ അർത്ഥേ അഫലം ജ്ഞാനം വ്യഞ്ജകത്വാത് പ്രദീപവത്. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. വിദ്യ അത് കാരകമല്ല, ജ്ഞാപകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരകത്വം എന്ന പ്രകാശകത്വം മൃദാധിപത്. കാരകമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രകാശകമല്ല. ഉദാഹരണം പറഞ്ഞാൽ മൃത്ത് എടുക്കുക, അത് കാരകമാണ്. എങ്ങനെയത് കാരകമാകുന്നു? അതിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു. പാത്രത്തിനത് ഉപാദാനം എന്നുള്ള നിലയ്ക്ക് അത് കാരകമാണ്. പാത്രം ഉണ്ടാക്കുന്നയാൾ ആ മൃത്ത് ഉപയോഗിച്ച് പാത്രത്തെ ഉണ്ടാക്കുന്നു. മൃത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് പാത്രത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കഴിവ് അതിനുണ്ട്, സൃഷ്ടിക്കുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അതിന് കാരകമെന്ന് പറയുന്നത്. അതിന് ഉപാദാനമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ജഡമാണ്, അത് പ്രകാശകമല്ല. ഇവിടെ പറയുന്നത് അറിവിനെ കുറിച്ചാണ്. ഇവിടെ അറിവ് അതിനെ സംബന്ധിച്ച് അത് സ്വയം പ്രകാശകമാണ്.
അതുകൊണ്ട് ആത്മബോധം അത് കാരകമല്ല, ജ്ഞാപകമാണ്. എന്തിനു ജ്ഞാപിപ്പിക്കുന്നു? സ്വസ്വരൂപമായ അറിവിന്. എന്താ സ്വസ്വരൂപം അറിവാണെങ്കിൽ പിന്നെ എന്തിനതിനെ വ്യഞ്ചിപ്പിക്കണം അല്ലെങ്കിൽ ജ്ഞാപിപ്പിക്കണം? അതാണ് ചോദിക്കുന്നത്. സ്വതസിദ്ധേർ വ്യഞ്ചകത്വം അപ്യയുക്തം വ്യക്തേഹേ സഹജത്വ. ഈ വ്യഞ്ചകത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ഈ സ്വസ്വരൂപമായിരിക്കുന്ന അറിവിനെ വ്യഞ്ചിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നാണോ? അതും ശരിയല്ല. കാരണം പ്രകാശം അതിന്റെ സ്വരൂപം തന്നെയാണ്. തന്റെ സ്വരൂപമാണ് പ്രകാശം. താൻ തന്നെക്കുറിച്ച് അജ്ഞനല്ലല്ലോ. താൻ സ്വയം സദാ ജ്ഞാനസ്വരൂപനായിരിക്കുന്നു. അത് പുസ്തകം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. താൻ സ്വയം അറിവായിരിക്കുന്നു, സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് സർവാനുഭവമാണ്. താൻ എപ്പോഴും പറയുന്നത് എന്താണ്? അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. താൻ സ്വയം തന്നെ അറിവിന്റെ സ്ഫുരണമായിരിക്കുമ്പോൾ പിന്നെ തന്നെ വ്യഞ്ചിപ്പിക്കുക, ജ്ഞാനം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? വ്യക്തിയെ സഹജത്വ, അത് തന്റെ സ്വരൂപം തന്നെയാണ്. താൻ സ്വയം ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വൈതിയെന്നോ അദ്വൈതമെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. അവിടെ അറിവില്ലാത്ത ആരാ? സ്വയം അറിയാത്ത ആരാ? മറ്റുള്ളവയെ അറിയാത്ത ആരാ? അങ്ങനെ ആരുമില്ല. അപ്പൊ താൻ സ്വയം അറിവായി പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. തന്നെക്കുറിച്ച് ചിന്തിച്ചാലും മറ്റു വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ചാലും അവിടെ താൻ അറിവായിരുന്നുകൊണ്ടാണ്. പിന്നെ തന്നെ അറിയുന്നതിന് ഇനിയൊരു അറിവെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആത്മബോധം തന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആത്മബോധത്തിന്റെ പ്രകാശം കൊണ്ടാണ് മുക്തി എന്ന് പറയാൻ പറ്റും. ആത്മബോധം തന്നെ വ്യഞ്ചിപ്പിച്ചത് കൊണ്ട് തനിക്ക് മുക്തി ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു മോക്ഷലക്ഷണേ ഫലേ സാധ്യേ സ്വീകൃതേ തത്ര ജ്ഞാനസ്യ അപ്രവേശാത് തത് അനർത്ഥകം സ്യാത് തസ്ഹി ദീപവത് വ്യഞ്ചകത്വാത് വ്യംഗ്യേ പ്രവേശോ ന സാധ്യേ തസ്മാത് തത് ഫലവത്വ അനുപത്യാപി ന മുക്തേ സാധ്യത. അതാണ് വ്യംഗ്യമൊന്നും സാധ്യമൊന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ മുക്തനായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നെ അറിഞ്ഞ് ഞാൻ മുക്തനായി. അവിടെ ആ മുക്തി എന്ന് പറയുന്നത് എന്റെ അറിവിലൂടെ ഞാൻ നേടിയെടുത്ത ഒന്നല്ല. ഞാൻ പരിശ്രമിച്ച് ഈ ലോകത്തിൽ പലതും നേടുന്നത് പോലെ അറിവിലൂടെ നേടിയെടുത്ത ഒന്നല്ല. നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ അതിനാണ് സാധ്യമെന്ന് പറയുന്നത്. പിന്നെന്താ ഇവിടെ അറിവിന്റെ ആവശ്യം എന്താണ്? ഞാൻ സ്വയം അറിവാണ്. സ്വയം അറിവായതുകൊണ്ട് തന്നെ അറിവിൽ മറ്റൊന്നിനും കലരാൻ കഴിയത്തില്ലല്ലോ. അറിവിന്റെ സ്വഭാവം തന്നെ ശുദ്ധമാണ്.
അറിവിനോട് മറ്റൊന്നിനും ചേരാൻ കഴിയത്തില്ല. അറിവിന്റെ സ്വഭാവം തന്നെ പ്രകാശമാണ്. പ്രകാശത്തിന് വിപരീതമായതെല്ലാം ഇരുളാണ്. അപ്പം അറിവിൽ എങ്ങനെ ഇരുളിന് കൂടിച്ചേരാൻ പറ്റും? കഴിയത്തില്ല. അതിന് നേരെ വിരുദ്ധമാണ്. അറിവ് പ്രകാശമായതുകൊണ്ട് തന്നെ അത് ശുദ്ധമാണ്. അതിന് വിപരീതമായ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മുക്തവുമാണ്. അറിവ് സ്വയം നിത്യമുക്തമായിരിക്കെ അവിടെ സാധ്യമായ മുക്തി എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെന്താ വ്യഞ്ജിപ്പിച്ചു എന്ന് പറയുന്നത്? അതെ, അത് സ്വതസിദ്ധമായ ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ കാലഭേദം കൂടാതെ നിത്യസിദ്ധമായിരിക്കുന്ന ആ മുക്തി, അതാണ് തന്റെ സ്വരൂപം എന്നറിവ് ബോധിപ്പിക്കുന്നു. അല്ലാതെ അറിവിനെ വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നു. തന്റെ സ്വരൂപം അത് നിത്യമുക്തമാണ് എന്ന് ഈ അറിവ് ബോധിപ്പിക്കുന്നു. അതാണ് വ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ശരി, അത് നിത്യമുക്തമാണെങ്കിൽ ആ നിത്യമുക്തി അതിന്റെ സ്വഭാവമാണ്, അത് സഹജമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടത് ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നു? അതിന് തടസ്സമുണ്ടായിരുന്നു. നിത്യമുക്തിക്കല്ല തടസ്സം. നിത്യമുക്തി എന്ന് പറയുന്നത് സ്വതസിദ്ധമാണ്. പക്ഷെ ആ നിത്യം മുക്തിയെക്കുറിച്ചുള്ള ആ ബോധത്തിന് തടസ്സമുണ്ടായിരുന്നു. അതങ്ങനെ നിത്യമുക്തമായിരിക്കുന്ന വസ്തുവിൽ പറഞ്ഞു വിരുദ്ധമായ ഒന്നും തന്നെ അവിടെ ഇല്ല. അത് ഏകമായി കേവലമായി പ്രകാശിക്കുകയാണ്. അതിനെങ്ങനെ ആ ഒരു തടസ്സം വരുന്നത്? അതാണ് പറയുന്നത് അജ്ഞാനമാത്ര വ്യവധവും. ആ തടസ്സത്തെയാണ് പറയുന്നത് അജ്ഞാനം. അവിടെ രണ്ടാമതൊന്നില്ല എന്ന് പറഞ്ഞു. നിത്യമുക്തമായിരിക്കുന്ന ജ്ഞാനപ്രകാശത്തിൽ തടസ്സം നിൽക്കാൻ വേറെന്താ ഉള്ളത്? എന്നിട്ട് പറയുന്നു അജ്ഞാനം തടസ്സമാണ്. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? അജ്ഞാനത്തെ ഒരു വസ്തുവായി, തടസ്സം നിൽക്കുന്ന ഒരു വസ്തുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, പ്രതിബന്ധകമായ ഒരു വസ്തുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തടസ്സമുണ്ട്. പക്ഷെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവേ അല്ല, അത് അവസ്തുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ മുക്തിക്ക് ഒരു തടസ്സമുണ്ട്, ഒരു പ്രതിബന്ധമുണ്ട്. അതിന് നീക്കുന്നതിന് ജ്ഞാനം ആവശ്യമായി എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെയാണോ മുക്തി നിത്യസിദ്ധമായിരിക്കുന്നത്, സ്വസ്വരൂപമായിരിക്കുന്നത്, അതുപോലെ മറ്റൊരു വസ്തു അവിടെ വന്ന് തടസ്സം നിൽക്കുകയാണ് മുക്തിക്ക് എന്ന് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ തടസ്സം എന്ന് പറയുന്ന ആ വസ്തുവാണ്. അതെന്താ വസ്തുവായ തടസ്സം? ആണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോ ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് പറയാം എന്താണ്, ഈ പുസ്തകത്തിന്റെ അറിവിനൊരു തടസ്സം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ തടസ്സം? അങ്ങനെ ഒരു വസ്തുവിടെ തടസ്സമായിരുന്നത് അത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനം തന്നെ. അതെന്താ സാധനം? അത് അറിവില്ലായ്മ. അതുണ്ടായിരുന്നു, അതൊരു പരമാർത്ഥമാണ്. അതെനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഞാനിതിനെ അറിയുന്നത് വരെ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിവുണ്ടായപ്പോൾ
അറിവില്ലായ്മ പോയി. ഈ പോയ അറിവില്ലായ്മ എന്താണ്? അതൊരു വസ്തുവാണോ? അല്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കൊണ്ട് ഈ പുസ്തകത്തെ പൊതിഞ്ഞു വെച്ചിരുന്നു. അറിവ് വന്നപ്പോൾ ആ പൊതിയെ ഇളക്കി മാറ്റിയോ? അങ്ങനെയൊന്നുമില്ല. അജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി, എങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ട് ഇതിനെ മറച്ചു വച്ചിരുന്നു. പിന്നെന്താ അറിവില്ലായ്മ? അറിവ് അതുവരെ ഉണ്ടായില്ല. അത് തന്നെ ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ് അതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിവില്ലായ്മയ്ക്ക് അർത്ഥം. അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനം ഒരു വസ്തുവല്ല. അത് നമ്മുടെ ഈ ലൗകികമായ ദൃഷ്ടാന്തത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇതാണ് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ബന്ധം. അവിടെ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ജ്ഞാനത്തിനെ ബന്ധിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. താൻ നിത്യ മുക്തസ്വരൂപനാണ് എന്നുള്ള ബോധം ഉണ്ടായില്ല. അത്രയോ. ജ്ഞാനം സ്വയം നിത്യമുക്തമായിരുന്നിട്ടും അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ ആ ബോധമില്ലായ്മ മാറി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അജ്ഞാനം മാത്ര വ്യവധവും. അവിടുത്തെ വ്യവധാനം, മറ, തടസ്സം നിത്യമുക്തിക്ക് ഈ അറിവില്ലായ്മ മാത്രമാണ്. താൻ സ്വയം പ്രകാശിക്കുന്നിടത്ത് എങ്ങനെ ഒരു അറിവില്ലായ്മ എങ്ങനെ ഉണ്ടായി? അതെന്തുകൊണ്ട് സംഭവിച്ചു? അത് ചോദിക്കുന്നത് അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തു ആണ്, അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് ആ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു അതെങ്ങനെ സംഭവിക്കാം? കേവലം അറിവ് മാത്രമുള്ളിടത്ത് അറിവില്ലായ്മ എങ്ങനെ സംഭവിക്കാം? അവിടെ അറിവിൽ നിന്ന് വേറിട്ട അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടെ സ്വീകരിക്കുന്നിടത്ത് നമുക്കങ്ങനെ ചോദ്യം വരും. എങ്ങനെയെന്ന് ചോദ്യം വരും. ചോദിക്കുക എന്താണ് ഈ പുസ്തകം ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുക. എന്തുകൊണ്ട്? ഞാൻ എന്നിൽ നിന്നും അന്യമായി പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കാണുന്നുകൊണ്ട് ചോദിക്കുന്നു ഈ പുസ്തകം എങ്ങനെ ഉണ്ടായി? ആ ചോദ്യം യുക്തമാണ്. പക്ഷെ അറിവില്ലായ്മ എങ്ങനെ ഉണ്ടായി എന്ന് ഒരു ചോദ്യം യുക്തമല്ല. എന്തുകൊണ്ട്? അവിടെ അറിവിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. അറിവില്ലായ്മ അറിവിൽ നിന്നും വേറിട്ട ഒരു വസ്തുവല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു അവകാശമില്ല. പക്ഷെ അറിവില്ലായ്മ എന്ന് പറയുന്നത് സ്വാനുഭവ സിദ്ധവുമാണ്. അങ്ങനെ ഒന്നിനെ ഞാൻ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ പറയുന്നു അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്, നീ നിത്യ ശുദ്ധ മുക്ത സ്വരൂപനാണ്, നിനക്കറിയാമോ? എനിക്കറിയില്ല എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ അങ്ങനെയല്ല, ഞാൻ ജനിച്ചവനും മരിക്കുന്നവനുമാണ്. അല്ലെങ്കിൽ പറയും എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതെല്ലാം അജ്ഞാനമാണ്. ഈ അജ്ഞാനം ഒരു വസ്തുവല്ല, അറിവിൽ നിന്ന് അന്യമായ ഒന്നല്ല. അതുകൊണ്ടത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് യാതൊരു സാധ്യതയില്ല. നിത്യസിദ്ധമായ വസ്തുവിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം വരുന്നു. താൻ സ്വയം അറിവായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും സംശയമുള്ള കാര്യമില്ല. കാരണം ഞാനെന്നുള്ള അനുഭവം അത് ഇല്ലാത്ത ആരുമില്ലല്ലോ. അറിവിന്റെ പ്രകാശം ഇല്ലാത്ത ആരുമില്ല, ഒരു ജീവനുമില്ല. ജീവനെന്ന് പറഞ്ഞാൽ തന്നെ ഈ അറിവ് പ്രകാശിക്കുന്നതാണ്. അവിടെ
അക്കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. എന്നാൽ ഈ അറിവിന്റെ പ്രകാശം അനിത്യമാണോ, ശുദ്ധമാണോ, മുക്തമാണോ, ഈ കാര്യത്തിലൊക്കെയാണ് അജ്ഞാനം, സംശയം, വിപര്യം എല്ലാം ഉള്ളത്. ഇതിനെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് അജ്ഞാനം. ആ അജ്ഞാനം എന്ന് പറയുന്നത് ഈ അറിവിൽ നിന്ന് വേറിട്ടൊന്നല്ല, മറിച്ച് താൻ നിത്യശുദ്ധനാണ് എന്നുള്ള ആ അറിവിന്റെ ഇല്ലായ്മയാണ്. അപ്പോൾ ഈ അറിവ് തന്നെ എങ്ങനെയാണോ ഒരു അഗ്നി തന്നെ, അഗ്നി ഒന്നാണ്, പക്ഷെ അത് പല ജ്വാലകളായി പ്രകാശിക്കുന്നു. സൂര്യൻ ഒരു ഗോളമാണ്, അത് പല കിരണങ്ങളായി പ്രകാശിക്കുന്നു. ഇത് അറിവിന്റെ സ്വഭാവമാണ്. അറിവ് തന്നെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? തന്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. അപ്പോൾ അതിന് തടസ്സമായിരുന്ന അജ്ഞാന അറിവില്ലായ്മ മാറുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിവ്യക്തി അല്ലെങ്കിൽ അഭിവ്യഞ്ജിക അറിവ്. അഭിവ്യഞ്ജിക എന്ന് പറയുന്നതാണ്. അതാണ് പറയുന്ന അറിവ് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇതിനൊരു ദൃഷ്ടാന്തം എടുക്കാനില്ല. കാരണം ഇത് അറിവിന്റെ മാത്രം സവിശേഷതയാണ്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ഇതിന് പറയാനില്ല. പ്രകാശമോ അഗ്നിയോ ഒന്നും പൂർണ്ണമായും ഇതിന് ദൃഷ്ടാന്തമല്ല. കാരണം അതെല്ലാം ഈ അറിവിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നതാണ്, ജഡപ്രകാശങ്ങളാണ്. ഈ അറിവിന്റെ സ്വഭാവം ദൃഷ്ടാന്തമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. ഇതിന് അനുഭവം മാത്രമാണ് ഇതിന് പ്രമാണമായിരിക്കുന്നത്. ആ അനുഭവത്തിന് നിമിത്തമാണ് ശ്രുതി അല്ലെങ്കിൽ ഉപദേശം. അത് ശ്രോതാവിന്റെ ഉള്ളിൽ അനുഭവമായി പ്രകാശിക്കുന്നു. ശ്രുതി ശബ്ദാത്മകമാണ്, ഉപദേശം ശബ്ദാത്മകമാണ്. പക്ഷെ അത് ശ്രോതാവിന്റെ ഉള്ളിൽ അനുഭവമായി പ്രകാശിക്കുന്നു. അതാണ് ഭാഷ്യകാരൻ മുമ്പ് പറഞ്ഞത്. എന്താണ് ഈ ശബ്ദത്തിന്റെ ശക്തി? അത് അചിന്ത്യമാണ്. അത് ഇങ്ങനൊരു ബോധത്തെ ഉള്ളിൽ ഉണർത്തുന്നു. അത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അവസ്തുവായ അറിവില്ലായ്മ, അറിവിൽ നിന്ന് അന്യമല്ലാത്ത ആ അറിവില്ലായ്മയെ അത് മാറ്റുന്നു. അതൊക്കെ അറിവിന്റെ സവിശേഷത, അറിവിന്റെ സ്വഭാവം. അതുകൊണ്ട് പറയുന്നത് അറിവിന്റെ അഭിവ്യക്തിയാണ്. അതിന് ഒറ്റ വാക്കിനെ പറയൂ, അത് സ്വതപ്രകാശമാണ്. അതുകൊണ്ട് ആരംഭ്യാർത്ഥേ ഫലം ജ്ഞാനം ഇവിടെ പറയുന്നു. മോക്ഷലക്ഷണേ ഫലേ സാധ്യ സ്വീകൃതി തത്ര ജ്ഞാനസ്യ അപ്രവേ. പിന്നെ സാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ജ്ഞാനത്തിന് യാതൊരു ജോലി ഇല്ല. മോക്ഷസാധ്യമാണ്, അവിടെ ജ്ഞാനത്തിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പറയുന്നു ഞാൻ മോക്ഷത്തെ സാധിക്കും. എങ്ങനെയാ? സമാധിയിലൂടെ സാധിക്കും. ഇവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ മനസ്സിനെ പ്രത്യേക ഒരു അവസ്ഥയിലെത്തിച്ച് പിന്നെ അവിടെ നിന്നടുത്ത് മോക്ഷത്തിലേക്ക് എത്തുക എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. മറ്റേതൊരു ഉപായത്തെ സ്വീകരിച്ചാലും ശരി, അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നില്ല. തദനർത്ഥകസ്യ ജ്ഞാനം എന്ന് പറയുന്നത് വ്യർത്ഥമായി പോകും. ജ്ഞാനം ഉപയോഗശൂന്യമായി പോകും. ജ്ഞാനം വ്യർത്ഥമല്ല. ജ്ഞാനം സദാ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാ ഓരോ വിഷയത്തെ ഗ്രഹിക്കുമ്പോഴും ആ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞാനം അല്ലെങ്കിൽ അറിവില്ലായ്മയെ ജ്ഞാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് നമ്മൾ പറയും ഇത് വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബാഹ്യമായി സംഭവിക്കുന്നു എന്ന് പറയും. അത് ശരിയാണ്, ബാഹ്യമായാണ് സംഭവിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോൾ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി പറയുന്നു അതുപോലെ ഇവിടെ ബാഹ്യമായി അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് പോലെ തന്നെ അറിവായിരിക്കുന്ന നിന്നിൽ തന്നെയുണ്ട് ഒരു അറിവില്ലായ്മ. അതിനെ നശിപ്പിക്കണം. അതിനുവേണ്ടി പറയുന്നു തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ ബാഹ്യമായി ഈ അറിവില്ലായ്മ നശിക്കാമെങ്കിൽ ഈ കരണങ്ങളുടെ സഹായത്തോടുകൂടി, മനസ്സിന്റെ സഹായത്തോടുകൂടി ഈ ബാഹ്യമായ അറിവില്ലായ്മ പോകാമെങ്കിൽ ഉള്ളിൽ തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയും പോകാം. അപ്പോൾ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു എന്ന് തന്നെ സ്വീകരിക്കണം. അതല്ലാതെ അറിവിന് മറ്റൊന്നിനെയും സിദ്ധിക്കുന്നതിന് ഉള്ള ശേഷിയില്ല. അത് ജ്ഞാപകമാണ്, കാരകമല്ല.